നിർണായകമായ മറ്റൊരു യോഗം ഇവിടെ നടക്കുന്നുണ്ട്. LDF യോഗമാണ്. പാലക്കാട്ടെ മദ്യശാല നിർമ്മാണത്തിന് അനുമതി നൽകിയതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് LDF. പദ്ധതി കുടിവെള്ളത്തെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് LDF യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകണമെന്നും തീരുമാനം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, അങ്ങനെ പദ്ധതി അംഗീകരിച്ചിരിക്കുകയാണ് LDF. CPIയുടെ ഉൾപ്പെടെ പലതരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നു. യോഗത്തിൽ അതിനെല്ലാം പരിഹാരമായോ? പൂജ, ഒരു കടുത്ത എതിർപ്പ് ഈ പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് CPIക്കും RJDക്കും ഉണ്ടായിരുന്നു. ആ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ CPM LDF യോഗത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ RJDയുടെ സെക്രട്ടറി ജനറലായിട്ടുള്ള വർഗീസ് ജോർജും ഈ വിഷയത്തിൽ പ്രധാനമായും എതിർപ്പ് പാർട്ടിയുടെ നിലപാട് അറിയിച്ചു. എങ്കിൽ തന്നെയും കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല, അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം, അത് സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതി എന്ന നിലയിൽ തന്നെയാണ് CPM അതിനെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതായാലും ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തീരുമാനമൊന്നും തന്നെ ആകാത്തത് കൊണ്ട് നിലവിൽ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഏതായാലും കിഫ്ബി ടോൾ പിരിവ് തൽക്കാലം ഇല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ LDF യോഗം എത്തിച്ചേരുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം സ്വകാര്യ സർവകലാശാലയും മറ്റു വിഷയങ്ങളുമൊക്കെ തന്നെ ഇന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നു. ഏറ്റവും പ്രധാനമായും ഈ ഘടകകക്ഷികളുടെ അടക്കം എതിർപ്പ് അവഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും CPIയുടെയും RJDയുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് CPM LDF യോഗത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. സാധാരണഗതിയിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തീരേണ്ട LDF യോഗമാണ് ഇന്ന് ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ വിവിധ വിഷയങ്ങളിൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അടുത്തടുത്ത നിമിഷങ്ങളിൽ നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതായാലും യമൻ സ്മാരകത്തിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ മടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും എല്ലാം മടങ്ങിയിട്ടുണ്ട്. ഇന്ന് 7:30 LDF കൺവീനർ AK സെൻട്രൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. LDF യോഗത്തിൽ ഇന്നുയർന്നു വന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സ്റ്റെഫിൻ, എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് അറിയേണ്ടതും ആവശ്യമാണ്. 7:30 വാർത്താ സമ്മേളനമുണ്ട്. സ്റ്റെഫിൻ, ഈ ബ്രൂവറി വിഷയത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ടില്ല, എതിർപ്പ് തന്നെ മുന്നിലേക്ക് പോകാം എന്നുള്ളത് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തന്നെ എടുത്ത തീരുമാനമാണ്. അങ്ങനെ വരുമ്പോൾ LDF യോഗത്തിൽ എന്തായിരിക്കും CPI മറ്റ് ഘടകകക്ഷികളും എതിർത്തുകൊണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എന്നുള്ളതിനൊരു ആകാംക്ഷയുണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് CPM ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നത്? ആ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്റ്റെഫിന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പൂജ, തീർച്ചയായിട്ടും CPIയും RJDയും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കുടിവെള്ള പ്രശ്നമാണ്. അവിടെ മദ്യനിർമ്മാണശാല വരുന്നതിൽ കുടിവെള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ആളുകളുടെ വെള്ളം മുട്ടിക്കുന്ന തരത്തിലേക്കുള്ള സ്ഥിതി ഇനി ഒരിക്കലും പാലക്കാട് ഉണ്ടാകരുത്. നമ്മൾക്ക് നേരത്തെ ആ പ്ലാച്ചിമട അടക്കമുള്ള സ്ഥലങ്ങളിൽ RJDയും CPIയും അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ എടുത്ത ഒരു നിലപാടൊക്കെ തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്നൊരു നിലപാടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായുള്ള ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ RJD നേതാക്കളുമൊക്കെ ഉയർത്തിയത്. പക്ഷേ കുടിവെള്ള പ്രശ്നം അവിടെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന CPMന്റെ ഉറപ്പുമായിട്ടാണ് ഇത് മുന്നോട്ട് പോകാൻ വേണ്ട ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്. ഏതായാലും ഔദ്യോഗികമായി അക്കാര്യങ്ങളൊക്കെ തന്നെ ഇനി LDF കൺവീനർ വിശദീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തണ്ണീർത്തട നിയമമടക്കമുള്ള പല വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊക്കെ എന്ത് മറുപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായി അറിയണമെങ്കിൽ അത് LDF കൺവീനറുടെ വാർത്താ സമ്മേളനത്തിൽ അതിനെല്ലാം തന്നെ ഉത്തരമുണ്ടാകും. എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് എന്ന് തന്നെയാണ് LDFന്റെ നയം. ആ കടുത്ത എതിർപ്പ് രണ്ട് ഘടകകക്ഷികൾ ഉന്നയിച്ചുവെങ്കിൽ പോലും കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ NCPയും JDSും എല്ലാം ഇതിന് അനുകൂലമായ ഒരു നിലപാട് CPMനൊപ്പം എടുക്കുന്ന ഒരു സ്ഥിതിയും ഇന്ന് LDF യോഗത്തിൽ ഉണ്ടായിരുന്നു. അത് CPMന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യവും കൂടിയാണ്. CPIയും RJDയും മാത്രമാണ് ഇതിനെ എതിർത്ത് സംസാരിച്ചതെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ CPM മുൻപ് തന്നെ എടുത്തിരിക്കുന്ന ആ നിലപാടുമായി അവർ മുന്നോട്ട് തന്നെ പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് CPMും സർക്കാരും മുന്നോട്ട് തന്നെ എന്നുള്ളതാണ് LDF യോഗം കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. അതായത് വിശദമായ ഒരു ചർച്ച തന്നെ LDF യോഗത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ? കാരണം ഓരോ ഫയലുകൾ CPIയുടെ ഓരോ വകുപ്പിലേക്ക് എത്തുമ്പോൾ അവ തട്ടിമാറ്റി കളയുന്ന ഒരു സ്ഥിതി പോലും, ആ രീതിയിൽ പോലും കടുത്ത അതൃപ്തി ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അത്രത്തോളം വലിയ എതിർപ്പ്, ഇതിൽ നിന്ന് ഒരു മാറ്റവും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ വരെ എത്തി നിന്ന പാർട്ടികളിൽ നിന്നും ഈ രീതിയിൽ
പദ്ധതി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം ശക്തമായ ഒരു ചർച്ച, കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു തീർത്ത് മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു യോഗം തന്നെയാണ് ഇന്ന് നടന്നത് എന്ന് തന്നെ മനസ്സിലാക്കണമല്ലേ? പൂജ, അതെ. കാരണം ഈ CPI തുടക്കം മുതൽ എടുത്തിരിക്കുന്ന ആ ഒരു നിലപാട് അത് ഈ മദ്യശാല വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ്. പക്ഷേ അത് CPM ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മദ്യനിർമ്മാണശാല യാഥാർത്ഥ്യമാകും എന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, പലതരത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും CPIയുടെ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളാണ്. പ്രത്യേകിച്ചും റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗവാക്കാകുന്നുണ്ട്, ജില്ലാ ഭരണകൂടം ഭാഗവാക്കാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിന് ഒരു തടസ്സം വരുന്ന സ്ഥിതികളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എങ്ങനെ സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. CPM അങ്ങനെ ഒരു തീരുമാനം എടുത്തുവെങ്കിൽ പോലും സർക്കാർ തലത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുമ്പോൾ എത്രമാത്രം അത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും കടുത്ത എതിർപ്പ് CPIയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അത് ഇന്ന് LDF യോഗത്തിൽ കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ CPM ഇപ്പോഴും എടുത്തിരിക്കുന്ന ആ ഒരു നിലപാട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും സ്റ്റെഫിൻ, എന്തായാലും ആ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് എന്നുള്ള നിർണായകമായ വിവരമാണ് പുറത്തുവരുന്നത്.